ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് എക്സസൈസ് 7.4 ആണ്. +2 മാത്തമാറ്റിക്സിലെ ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 4ാമത്തെ എക്സസൈസാണ്. അപ്പോൾ കഴിഞ്ഞ 3 എക്സസൈസും വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണമെങ്കിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ എത്ര ക്വസ്റ്റ്യനാണ്? അവിടെ 25 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ 23 ഒറ്റ സെറ്റാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3x² ഡിവൈഡ് ബൈ x² + 1. അപ്പോൾ നമുക്കെന്താണ് ഈ ഒരു എക്സസൈസിൻ്റെ തൊട്ട് മുൻപുള്ള സെക്ഷൻ വരുന്ന 7.4 ഇൻറ്റഗ്രൽ ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ് എന്നാണെന്ന് പറയും. അങ്ങനെ ഒരു സെക്ഷനാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഫോമുലാസ് കാണാതെ പഠിക്കാണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഇൻറ്റഗ്രൽസ് എന്താണ് റിസൾട്ട് അത് നമുക്ക് കാണാതെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് പഠിച്ചിട്ട് വേണം ഈ എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഒരു 6 അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അതിൻ്റെ പ്രൂഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കി പഠിച്ചിട്ട് ഈ എക്സസൈസിലേക്ക് കിടക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ എന്താണ് 3x² ബൈ x⁻6 + 1 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സസൈസ് ചെയ്തപ്പോൾ എന്താണ് നമുക്കവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഫൈൻഡ് ദി ആൻറ്റി ഡെറിവേറ്റീവ് യൂസിങ് മെത്തഡ് ഓഫ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ എക്സസൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ മെത്തഡ് ഓഫ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ എടുക്കുന്നത് ആരുടെ ഡെറിവേറ്റീവ് ആണെന്ന് നമ്മൾ നോക്കുന്നിട്ട് എന്താണ് അത് തിരിച്ചെഴുതുക, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ് എല്ലാത്തിലും അതെ. ഇപ്പോൾ നിങ്ങൾ മറ്റേ പാർട്സ് ചെയ്യുമ്പോഴും പാർട്സ് അല്ല എന്തുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ എന്താണ് അവിടെ അതെ നമുക്കെന്താണ് നമ്മളെപ്പോഴും തരുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അതിൻ്റെ അകത്ത് എടുക്കണുണ്ടോ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് ചെയ്ത് പോകാൻ പറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ x⁻6 ഉണ്ട്. ന്യൂമറേറ്ററിൽ 3x² എടുക്കുന്നുണ്ട്. അപ്പോൾ x² ഡെറിവേറ്റീവ് അല്ല എന്തായാലും അത് പക്ഷെ അതെന്താണ് അത് x³ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ള എന്തൊക്കെയാണ് നമുക്ക് x² ഇൻറ്റഗ്രൽ 1/x² - a² x² + a², അതുപോലെ a² - x², അതുപോലെ തന്നെ അതിൻ്റെ 3 റൂട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് ആ ഫോർമാറ്റിലേക്ക് ആക്കണം. അതേപോലെ തന്നെ ഡെറിവേറ്റീവ് ഉണ്ടോയെന്നും കൂടി നമ്മൾ നോക്കണം. അങ്ങനെയാണ് ചെയ്തു പോകാനുള്ളത്. പിന്നെ ഒരു ഫോമും കൂടി ഉണ്ട്, മറ്റേ px+, അതായത് 2 പോളിനോമിയൽ വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് നമുക്കതിനെ 3x² ഉണ്ട്. ഇൻറ്റഗ്രൽ 3x² ഡിവൈഡ് ബൈ x⁻6 + 1 dx. ഇതിനെ നമുക്ക് എന്താക്കിയിട്ട് എഴുതണം ആദ്യം 3x² ഡിവൈഡഡ് ബൈ x³ + 1 dx. ഇനി നോക്കുക എന്താണ് x³ നമുക്ക് എന്താണ് t എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കെന്തെന്ന് കിട്ടും dt = 3x² dx എന്ന് കിട്ടും. അപ്പോൾ അതെന്താണ് നമുക്ക് ന്യൂമറേറ്ററിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ dt എന്ന് കൊടുക്കുക. എന്നിട്ട് താഴെ എന്താ വരിക അപ്പോൾ t² + 1. അപ്പോൾ ഇൻറ്റഗ്രൽ x² + a² ആകുമ്പോൾ എന്താ വരും ഇതിനെ ഇങ്ങനെ എഴുതാം t² + 1² എന്ന് എഴുതാം. അപ്പോൾ ഇൻറ്റഗ്രൽ 1/x² + a² എന്താണ് റിസൾട്ട് എന്താ വരിക അതെന്ത് വരും 1/a tan 1 x/a എന്ന് വരും. അപ്പോൾ എന്താണ് ഇതൊരു സൈഡിൽ എപ്പോഴും നമ്മൾ എഴുതി വെക്കുക. വേണമെങ്കിൽ പെൻസിൽ കൊണ്ട് എഴുതി വെക്കുക, അല്ലെങ്കിൽ കുറച്ച് വൃത്തിക്ക് എന്താണ് നമ്മളെന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. എന്തുട്ടാണ് ഇൻറ്റഗ്രൽ 1/x² + a² എന്തെന്നാണ് 1/a tan 1 x/a. ഇവിടെ dx കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ എന്താണ് അത് അവിടെ എഴുതി വെക്കുക, അല്ലെങ്കിൽ പിന്നെ നോക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായി വരില്ല. ഇതുപോലെ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ജസ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ പഠിക്കാൻ നോക്കുമ്പോൾ എളുപ്പമാവും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം 1/a tan 1 tan 1 t/a എന്ന് എഴുതാം. ഇവിടെ എക്ക് എന്താണ് പിന്നെ നമുക്ക് 1 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ 1 ഇട്ടാൽ ഇതെന്തായി 1 കൊണ്ട് ക്യാൻസൽ ആയി പോയി. ഇവിടെ t/1 എന്താണ് t തന്നെയാണ്. അപ്പോൾ tan 1 t എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. ഇനി എന്താണ് t നമ്മൾ ആരായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് x³ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ tan 1 x³ പിന്നെന്താണ് +c. ഇതാണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? 1/1 പ്ലസ് മീൻസ് 1/√(1+4x²) ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിലൊന്നും ആരും എടുക്കുന്നില്ല, ഇവിടെ ആകുന്നത് 1 മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്ററിലാണെന്നുണ്ടെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിലാണ് ഒരു ഫംഗ്ഷൻ എടുക്കുന്നത്. എന്താണ്? 1+4x² ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ കോഎഫിഷ്യൻ്റ് വരുമ്പോൾ, അതായത് x² കോഎഫിഷ്യൻ്റ് വരുന്ന ഫോമൊന്നും നമുക്ക് പഠിക്കാനില്ല ഇവിടെ. നമുക്ക് എന്താണ് x² + a², അതുപോലെ x² - a², a² - x², ആ ഒരു രീതിയിലേ ഉള്ളൂ. എക്സിന് കോഎഫിഷ്യൻ്റ് ഉള്ള ഫോമില്ല. സോ നമുക്ക് എന്താണ് ഫസ്റ്റ് എന്താണ് ആ കോഎഫിഷ്യൻറ്റിനെ അടുത്ത് പുറത്തിടുക. അപ്പോൾ എന്താ ചെയ്യുക? = ഇവിടെ dx ഇടണം. പിന്നെന്താണ് 1/4 പ്ലസ് x². നമ്മൾ 4നെ റിമൂവ് ചെയ്യേണ്ടതാണ്. പിന്നെ എന്താണ് ഇതിൻ്റെ അകത്തൊരു 1/4 വരും, നമ്മൾ ആ 4നെ പുറത്തെടുക്കും. അപ്പോൾ ഈ √1/4 എന്തായി? √1 1/4 അല്ല കേട്ടോ, 4 ആണ് പുറത്തെടുക്കുക. അപ്പോൾ 4 റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? 2 ആയിട്ട് പുറത്ത് വരും. അപ്പോൾ ഇങ്ങനെ എഴുതാം, 1/2 ഇൻറ്റഗ്രൽ 1/1/4 പ്ലസ് x². ഇതിനെ ഈ 1/4നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2² എന്ന് എഴുതാം. അപ്പോൾ ഇപ്പോൾ ഇതെന്തായി? a² + x² എന്നുള്ള ഫോമിലെ, അതായത് √a² പ്ലസ് 1/√a² പ്ലസ് x² എന്നുള്ള ഫോമിലായിട്ടുണ്ട്. അപ്പോൾ √a² പ്ലസ് x² ആണെങ്കിൽ എന്താണ്? അങ്ങനൊരു സാധനം പഠിക്കുമല്ലോ നമുക്ക്, x² + a² പഠിക്കട്ടെ. അപ്പോൾ അത് നമ്മളവിടെ എഴുതി വെക്കും. എന്താണ്? a². എന്തെന്നാ? x² + a². ഇപ്പോൾ ഈ പ്ലസ് ആയതുകൊണ്ട് a² + x² ആയാലും x² + a² ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്തുട്ടാണ്? ലോഗ് എന്താണ്? x പ്ലസ് ലോഗ് മോഡ് x പ്ലസ് √(x² + a²). അപ്പോൾ ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ എന്താണ് അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ 1/2 ഇൻറ്റു ലോഗ് ഇവിടെ x പ്ലസ് x² പ്ലസ് 1/4 എന്ന് തന്നെ എഴുതി വെക്കുക. ഇതാണ് എന്ത് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത് ഈ എന്താ പറയണത്, x² + 4 എന്ന് പറഞ്ഞാൽ 4x² പ്ലസ് 1 ആണ് /4 ആണ്. ഇത് റൂട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് നമ്മുടെ തന്നിട്ടുള്ള ഫംഗ്ഷനാണ്. പിന്നെ ഇതിനകത്തൊരു 4 എക്സ്ട്രാ ഉണ്ട്, അതിനെ നമ്മൾ പുറത്തെടുക്കുക. അപ്പോൾ എന്തായി? 1/2 എന്ന് വരും. അപ്പോൾ ആ 1/2 എന്താണ്? 2x പ്ലസ് എന്നാവും. അപ്പോൾ ഇവിടെ എന്തൊട്ടാണ്? നമ്മൾ ഈ 4നെ എന്താണ് 2 ആക്കി എഴുതി, 2x പ്ലസ് എന്താണ് /2 എന്ന് വരും. ഇതെന്ത് ഏത് ഫോമിലാണ് എടുക്കുന്നത്? log a/b എന്നുള്ള ഫോമിൽ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? log a - log b എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷനായിട്ട് എന്ത് വരും? 1/2 നമുക്ക് പുറത്തെഴുതാം. ദെൻ log ഓഫ് എന്താണ്? 2x പ്ലസ് √1 + 4x². നമ്മൾ ആ ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതണതാണ്. മൈനസ് എന്താണ്? log 2 എന്ന് വരും. ഇനി എന്തൊട്ടാണ്? ഇതിൽ ഈ 1/2 ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ കൂടെ എടുക്കണം. ഈ ലോഗിൻ്റെ -log 2ൻ്റെ കൂടെ പ്ലസ് ഒരു C1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ വരിക? 1/2 log mod 2x പ്ലസ് √1 + 4x² മൈനസ് 1/2 log 2x മീൻസ് log 2 പ്ലസ് C1. പിന്നെ എന്താണ്? ഇതിനെന്താണ് നമ്മൾ C എന്ന് വിളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ പ്ലസ് C എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ -log 2 പ്ലസ് C1 = C എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ നോക്കിയാൽ നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്? ആ ഇൻറ്റഗ്രൽ 1/√1 + 4x² നമുക്ക് എന്തെന്നാ കിട്ടിയ ആൻസർ? 1/2 ഇൻറ്റു log 2x പ്ലസ് √ അതേ ഫംഗ്ഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെന്താണ് ശ്രദ്ധിക്കുക, നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആൻസറായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് അവിടെ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് 6 ഫോം തന്നിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് ഇപ്പോൾ x² + a² വരുമ്പോൾ നമ്മളെന്താണ് ചെയ്തത്? tan 1 1/a tan 1x/a എന്നുള്ള ഫോമാണ് നമുക്കതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഇവിടെ ഇപ്പോൾ വന്നത് എന്താണ്? ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഫോം നോക്കുമ്പോൾ എന്താണ് വരുന്നത്? ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വായിക്കാം. 1 + 2x
അതായത് 1 സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2x ദ ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ എന്താ വരിക, ഈ 1/√(a² + x² എന്ന് പറയുമ്പോൾ ഈ സാധനം തന്നെ വരിക. അപ്പോൾ നമുക്കെന്താണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ, ഈ സാധനം ഇല്ലേ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഒരു ടീന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെന്നാ കിട്ടും, ഇതിനിപ്പോൾ ഈ 2x ഉണ്ടല്ലോ, ആ 2x = നമ്മളൊരു ടീന്ന് പുട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, ഇപ്പോൾ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ 1 + അതായത് 1/√1² + t² എന്ന് കിട്ടും. ദെൻ ഇപ്പോൾ dt എന്താ വരിക, dt = എന്തെന്നാണ് വരിക, 2 എന്ന് വരും, 2dx എന്ന് വരും. അപ്പോൾ dt/2 = നമുക്ക് എന്തെന്ന് എഴുതാം, dx എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ എന്താ വരും, 1/2 dt √(1² + t² എന്ന് വരും. അപ്പോൾ എന്താ x² + a² ആയാലും a² + x² ആയാലും ഇൻ്റഗ്രൽ എന്താ, അതിൻ്റെ റിസൾട്ട് എന്താ വരിക, log x പ്ലസ് എന്തുട്ടാണ് x² + a² √(x² + a² എന്നാണ് വരിക. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ ഉണ്ടല്ലോ, ആ ടീക്ക് തിരിച്ച് ഈ 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. അപ്പോൾ നമ്മളിത് രണ്ട് രീതിയിൽ ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമ്മളുടെ റിസൾട്ടുകളാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. അപ്പോൾ ഈ റിസൾട്ടുകളിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളത് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്തു. ഇപ്പോൾ ഈ 4x എന്നുള്ള സാധനം, അങ്ങനത്തെ ഒരു സാധനം നമുക്ക് അവിടെ ആവശ്യമില്ല. നമുക്ക് അവിടെ വേണ്ടത് എന്തുട്ടാണ്, ഒരു x² ആണ്, അതായത് ഒരു സിമ്പിൾ വേരിയബിൾ, അല്ല മീൻസ് ഒരു സിംഗിൾ വേരിയബിൾ, അതിൻ്റെ കൂടെ കോഎഫിഷ്യൻ്റ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് അതാക്കി മാറ്റാൻ എന്താണ്, നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാം. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ എന്താണ് മീൻസ് അത് അവിടെ ആ സബ്സ്റ്റിറ്റ്യൂഷനാണ്, അതായത് ആ ഫോമിലേക്ക് എത്തിക്കുക. ഇങ്ങനൊരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് ഉണ്ട്, മനസ്സിലാവുണ്ടോ, അത് ആ ഫോമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതിനകത്തുനിന്ന് ഞാൻ എന്താണ്, നമുക്ക് ഉള്ള ഫോമാറ്റ് എന്താണ്, a² + x² അല്ലെങ്കിൽ x² + a². അപ്പോൾ നമുക്ക് x² കൂടെ ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട്, അതിനെ പുറത്തെടുത്തു നമ്മൾ ആദ്യം, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്കുള്ള റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ് ചെയ്തത്, അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം അതിന് പകരം എന്താണ്, നിങ്ങൾക്ക് പഴയ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, എപ്പോൾ എന്ത് എങ്ങനെ എവിടെ ചെയ്യുന്നു എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്തത് എന്തുട്ടാണ്, 1/√2 - x ദ ഹോൾ സ്ക്വയർ + 1 എന്തെന്നാണ്, 1/√2 - x ദ ഹോൾ സ്ക്വയർ + 1. അപ്പോൾ ഇതിനെന്താണ്, ഇതിനെ നമുക്ക് ഈ 2 - xനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. 2 - x = t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, -dx = dt എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്തെന്നാ അവിടെ വരിക, അവിടെ ഇപ്പോൾ t² + 1 √(t² + 1 - dt that is equal to -log എന്തെന്ന് വരും, t + √t² + 1 എന്ന് വരും. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, മീൻസ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണ്, ഇതെന്താ ലോഗ് y പ്ലസ് മീൻസ് അതവിടെ എഴുതി വെക്കട്ടോ, ലോഗ് മീൻസ് എന്തുട്ടാ സാധനം 1/x² + a² എന്താണെന്ന് വെച്ചെങ്കിൽ ലോഗ് x പ്ലസ് √x² + a² ആണ്. അതാ ജസ്റ്റ് അവിടെ എഴുതി വെക്കുക. എഴുതി വെച്ചാൽ നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. y² + 1. ഇനി നമുക്ക് എന്താ ഇവിടെ ഒരു മൈനസും കൂടി ഉണ്ടല്ലോ ഈ സാധനം എന്ന് പറയരുത്. അപ്പോൾ നമുക്ക് എന്തെന്നാ കിടക്കുന്നത്, -log y പ്ലസ് √y² + 1 എന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിനെന്താണ് ഇവിടെ ഒരു log 1 എന്നിട്ട് കൊടുക്കുക മൈനസ്. അപ്പോൾ log 1 എന്താണ്, 0ആണ്. അപ്പോൾ 0 - ഇതാ ഈ ഒരു ഫംഗ്ഷൻ, അത്രേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഇതാ y പ്ലസ് √y² + 1. ഇനി അത് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, log a - b നെ നമുക്ക് എങ്ങനെ എഴുതാം, log a/b എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 1/√, മീൻസ് റൂട്ടല്ല, y പ്ലസ് √y² + 1 ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്താക്കിയിട്ട് എഴുതണം, നമുക്ക് ആ വൈനെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ എന്താ വരിക, log 1/2 - x പ്ലസ് നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു, 2 - x²
ഹോൾ സ്ക്വയർ പ്ലസ് 1 ആയിരുന്നു. അപ്പോൾ എന്താണ് പ്ലസ് സി എന്നിട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ് ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അയ്യോ, അടുത്തത് എന്താണ്? അടുത്ത 1/√9 - 25x² ആണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എന്താ 9 - 25x² ആണ്. അത് റൂട്ടിൻ്റെ ഉള്ളിലാണ്. 1/1 അപ്പോൾ ഇൻ്റഗ്രലും ഒരു dx കൊണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കെന്താണ്, നമുക്കിവിടെ ഇപ്പോൾ ഈ 225x² നമ്മളിപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അതിനെന്ത് വരും? ഒരു എക്സ്ട്രാ ഒരു സാധനം കൂടി വരും. സാധനമല്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിനെ 9 - 5x² എന്ന് എഴുതാം. ഇനി എന്താ ചെയ്യുക, ആ 5x = നമുക്ക് എന്തെന്ന് എഴുതാം, ഒരു ടി എന്ന് കൊടുക്കുക. അപ്പോൾ dt = നമുക്ക് എന്തെന്ന് കിട്ടും, 5dx എന്ന് കിട്ടും. ദാറ്റ് ഈസ് dx = നമുക്ക് എന്തെന്ന് എഴുതാം, 5d dt/5 = dx എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എന്തെന്ന് എഴുതാം, 9 - t² ഇവിടെ 1/5 എന്ന് എഴുതാം, ഇവിടെ dt എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ 1/5 ഇൻറ്റു ഇൻ്റഗ്രൽ 1/√9 - t² dt എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്താണ്, √a² - x² എന്നുള്ള ഫോമില എടുക്കണം. അപ്പോൾ ഇൻ്റഗ്രൽ എന്താണ്, ഇൻ്റഗ്രൽ 1/a² - x² റൂട്ടിൻ്റെ ഉള്ളിൽ = അതിൻ്റെ റിസൾട്ട് എന്താണ്. അപ്പോൾ a² - x² ആകുമ്പോൾ അതെന്ത്, സൈൻ ഇൻവേഴ്സ് x/a ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിവിടെ എഴുതി കേട്ടോ നിങ്ങൾ. ഇപ്പോൾ നമ്മൾ ചെയ്തത് മനസ്സിലാവണുണ്ടല്ലോ. നമ്മളെന്താണ് 25x² അങ്ങനെ ഒരു ഫോം നമുക്കില്ല. അപ്പോൾ അതിനെ നമുക്ക് ഉള്ള ഫോമിലേക്ക് ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ആ 25നെ പുറത്തേക്കൊക്കെ എടുക്കാം. എങ്ങനെ, ഇതിപ്പോൾ ഒരു പോളിനോമിയലല്ലേ, 9 - 25x² അല്ലേ. ഇതിൽ നിന്ന് 25നെ നമ്മളെന്താണ് കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്താണ് 1/5 എന്ന് കിട്ടും. ദെൻ എന്താണ് ഇതിനെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഇനി എന്താണ്, ഇപ്പം എന്താ വരുന്നത്, t² എന്ന് കിട്ടിയില്ല. അപ്പോൾ ഇതിനെന്താണ്, നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ ഇൻവേഴ്സ് t/9 9 എഴുതുക. ദെൻ അപ്പം എന്താ കിട്ടുക, 1/5 സൈൻ ഇൻവേഴ്സ് എന്തായിരുന്നു നമ്മുടെ t 5x ആയിരുന്നു, 5x/9 എന്ന് കിട്ടിയിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് 5x/9 എന്ന് കിട്ടി. ചെറിയൊരു തെറ്റ് പറ്റി, 9 അല്ല കേട്ടോ, ഇവിടെ 3² വേണ്ട. അപ്പോൾ നമുക്കെന്താണ് ഇവിടെ 3 എന്ന് എഴുതേണ്ടി വരും a എന്ന് പറയുമ്പോൾ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്തത് എന്താണ്, 3x / 1 + 2x⁴ ആണ് വരണേ. അപ്പോൾ അടുത്തതെന്ന് നമ്മളത് എന്താണ് ക്വസ്റ്റ്യന്, 3x / 1 + 2x⁴. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, x⁴ ഡെറിവേറ്റീവ് ഒന്നും മേലെ കിടക്കണില്ല, പക്ഷേ x² ഡെറിവേറ്റീവ് മേലെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് ഇതിനകത്ത് x² ഉണ്ടാക്കല്ല, x² എന്നുള്ള ഫോമിലേക്ക് എഴുതുക. അപ്പോൾ എന്താ വരിക, √2x⁴ എന്ന് എഴുതുക അതിനെ മൊത്തത്തിൽ. അപ്പോൾ ഇവിടെ 3x എന്ന് എഴുതുക. അപ്പോൾ എന്തായിട്ടുണ്ട് നമുക്ക്, അല്ല ഇത് x² ആണല്ലോ, x² √2 ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ആ താഴെ കിടക്കണ x² മേലെ എന്താണ് x എന്ന് പറഞ്ഞ ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, √2x² നമുക്കൊരു t എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും, ഇതിൻ്റെ ഡെറിവേറ്റീവ് 2√2 x dx എന്ന് വരും അല്ലേ. x dx = dt എന്ന് കിട്ടി. ഇപ്പം ഇതിലാരാണ്, ഇവർക്ക് അവിടെ എന്തുണ്ട്, x dxന് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താ, dt/2√2 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, അപ്പോൾ എന്താ x dx ഉണ്ടല്ലോ, അപ്പോൾ 3 നമ്മൾ പുറത്തെടുത്തു, 3 എന്താണ് 2√2 നമ്മൾ പുറത്തെഴുതി. എന്നിട്ട് എന്താണ് dt/√1 + t², 1 + t² എന്ന് എഴുതി കൊടുക്കും. എന്നില്ല ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണമെന്നുള്ളൂ ഇവിടെ ശരിക്കിട്ടോ. നമ്മൾ നോക്കണത് എന്താണ്, ആരുടെങ്കിലും ഡെറിവേറ്റീവ് അതിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രൻറ്റിൻ്റെ അകത്ത്
ആരുടെയെങ്കിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോയെന്നാണ് നമ്മൾ നോക്കണത്. നമ്മളെന്താണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് തന്നെ അവർ തന്നിട്ടുള്ള ചോദ്യം മെത്തഡ് ഓഫ് ഇൻസ്പെക്ഷൻ വഴി കണ്ടുപിടിക്കാനാണ്. അതായത് ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡെറിവേറ്റീവ് ആരുടെ ഡെറിവേറ്റീവ് ആണ് ഈ കിടക്കണതെന്ന് നോക്കുകയാണെന്നാണ് അവർ ചോദിക്കുന്നത്. മനസ്സിലാവട്ടെ? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഡെറിവേറ്റീവ് ആണ് കിടക്കണ സാധനം എന്ന് നോക്കാനാണ് ഈ പറയണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി എന്താണ് ഇപ്പോൾ നമ്മുടെ റിസൾട്ട് നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതിലത്തെ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് നമുക്കത് എത്തിയിട്ടുണ്ട്. എന്തെന്ന ഫോമിലേക്ക് എത്തിയിട്ടുള്ള x² + a² എന്നുള്ള ഫോമിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. സോറി, നമുക്കെന്താണ് ഇവിടെ റൂട്ടില്ല, അതെന്താണ് അത് നമ്മൾ കാണണം. ഇവിടെ ആരും ടിക്ക് ഇട്ടിട്ടുള്ളതാണ്, അത് റൂട്ടാന്ന് തോന്നിയതാട്ടോ, കാണാത്ത കാരണമാണ്. അടുത്തത് അപ്പോൾ നമുക്കെന്താണ് അവിടെ റൂട്ടില്ല, ഇത് റൂട്ട് വേണ്ടാട്ടാ. അപ്പോൾ 1 + t² ആണ് കിടക്കുന്ന സാധനമല്ല നമ്മുടെ ഇൻറ്റഗ്രൻറ്റ്. അപ്പോൾ എന്താ ചെയ്യുക, ഇപ്പോൾ a² + x² ആണെങ്കിൽ അല്ലെങ്കിൽ x² + a² ആണെന്നുണ്ടെങ്കിൽ എന്തൊട്ടാണ് 1/a tan inverse x/a അല്ലേ വരിക. അപ്പോൾ എന്താണ് 1/a tan inverse x/a നമ്മൾ ചെയ്യണത് അവിടെ എഴുതി വെക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുക, വെറുതെ ഒരു രസത്തിന് അങ്ങോട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ 3/2√2 അവിടെ വേണം. പിന്നെ എന്തൊട്ടാണ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 1/1. അപ്പോൾ 1 tan inverse നമ്മുടെ x ആരാണ്, t ആണ്, /1 ആണ്. അപ്പോൾ നമുക്കത് 1 ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി എന്താണ് തിരിച്ച് ടീക്ക് എന്താ കൊടുക്കണം, തിരിച്ചെന്താണ് നമ്മളെടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ അത് തിരിച്ചു കൊടുക്കുക. അപ്പോൾ 3/2√2 tan inverse t എന്ന് പറഞ്ഞാൽ ആരാണ്, x² × √2 ആണ്. അതങ്ങോട്ട് എഴുതി കൊടുക്കുക, പ്ലസ് സി ഇട്ട് കൊടുക്കുക. കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊന്നും സി ഇടാൻ മറന്നുണ്ട് തോന്നുന്നു, അപ്പോൾ അവിടെയും കൂടി പോയിട്ട് സി ഇടുക. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, x² / 1 - x⁶. ഇവിടെ നോക്കിയേ, x⁶ ഡെറിവേറ്റീവ് അല്ല കിടക്കുന്നത്, x³ ഡെറിവേറ്റീവ് ആണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെന്നാക്കേണ്ടത്, അതിനെ x³ എന്നാക്കണം വേണ്ടേ. അപ്പോൾ എന്തെന്നാണ് തന്നിട്ടുള്ള സാധനമല്ല 1 - x⁶ ഇൻറ്റഗ്രൽ 1 - എന്താണ് ഇൻറ്റഗ്രൽ x² / 1 - x⁴ ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതണം, ഇൻറ്റഗ്രൽ x⁴ / 1 - x⁴ എന്ന് എഴുതണം dx. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് x³ എന്താണ് = നമുക്കൊരു u എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, du = 3x² dx എന്ന് കിട്ടും. ഇപ്പോൾ എന്താണ് x² dx ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് 3നെ duൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുക, അതായത് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. x² dx du/3 = x² dx എന്ന് എഴുതുക. x² എന്താണ് du/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/3 du ദെൻ 1 - ഇവിടെ ഇപ്പോൾ x² അല്ലേ കിടക്കുന്നത്, അതിനെ നമ്മൾ എന്തെന്ന് എഴുതിയത്, u എന്ന് എഴുതി. അപ്പോൾ ഇൻറ്റഗ്രൽ 1/1 - u² എന്താണ് മീൻസ് അതിൻ്റെ റിസൾട്ട് എന്താണ് വരിക. അപ്പോൾ അത് അവിടെ അങ്ങോട്ട് എഴുതി വെച്ചോ. ഇപ്പോൾ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്ന, ഇൻറ്റഗ്രൽ a² - x², 1/a² - x² എന്നുള്ള ഫോമിലാണ് കിടക്കണേ. അപ്പോൾ അതെന്താണ് 1/2a log mod a + x / a - x അല്ലേ. അപ്പോൾ നമ്മളവിടെ എഴുതി വെക്കണം എന്തെന്നാണ് 1/2a × log mod a + x / a - x. ഇനി എന്താണ് നമുക്ക് ഇവിടെ ഉള്ളത് ആരാണ്, u ആണ്. സോ 1/2a ആരാണ്, 1 ആണ്. അപ്പോൾ 1/3 പുറത്തുണ്ട്, അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ 1/2 വരുന്നത്. ഇൻറ്റു ലോഗ് നമ്മുടെ a ആരാ, 1 ആണ്. അപ്പോൾ 1 + u/1 - u. ഇനി എന്താണ്, ഇനി ഇതിൽ നിന്ന് യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താ ആൻസറിൽ 1/6 × log 1 + u ആരാ, യുവിന് നമ്മൾ ആരെടുത്ത് x³ എന്ന് എടുത്ത് /1 - x³. ഇതാണ് അപ്പോൾ എന്താ ആൻസർ വരുന്നത്. പ്ലസ് എന്താണ് ഒരു സിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ആരാ, x-1 / √x² - 1 ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എന്താണ് നമുക്കെന്താ, ഇപ്പോൾ x² - 1ഉം ന്യൂമറേറ്ററിൽ കിടക്കുന്നത് x-1 ആ. ഇപ്പോൾ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഒരാൾക്ക് അവിടെ ഉണ്ട് ഇൻറ്റഗ്രൽ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം, മീൻസ് ഇൻറ്റഗ്രൽ അതിൻ്റെ ഉള്ളിൽ ആ ഇൻറ്റഗ്രൻറ്റിൻ്റെ അകത്ത് എന്താ ഒരാൾക്ക് മീൻസ് ഒരു
കാണിച്ചു തരാം, അതൊക്കെ നല്ലത്. അപ്പോൾ x-1 ഡിവൈഡഡ് ബൈ x²-1 റൂട്ട് ഓഫ് x²-1 ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫസ്റ്റ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് റൂട്ട് ഓഫ് x²-1 മൈനസ് ഓഫ് 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് x²-1. ഇവിടെയും ഒരു dx, ഇവിടെയും ഒരു dx, ഇവിടെ ഒരു ഇൻറ്റഗ്രൽ, ഇവിടെ ഒരു ഇൻറ്റഗ്രൽ. ഇനി x²ൻ്റെ ഡെറിവേറ്റീവ് അല്ല മേലെ കിടക്കുന്ന x. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റത്തെ ഈ ഒരു സാധനമല്ല, നമുക്ക് ഫസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഈ ഒരു പാർട്ടിനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ അതിനെന്താണ് x²-1 ഇസ് ഈക്വൽ ടു u എന്നാണ് നമ്മൾ കൊടുത്തു. അപ്പോൾ 2x dx ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് du എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തെന്നാണ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് du/2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 1/2 ഇൻറ്റു du ഡിവൈഡഡ് ബൈ എന്താണ് റൂട്ട് യു എന്നല്ലേ വന്നേ. ഇൻറ്റഗ്രൽ ഓഫ് റൂട്ട് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുട്ടാണ് u to the power -1/2 ആണ് വരിക. പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, u to the power 1/2 എന്ന് വരും, ഡിവൈഡഡ് ബൈ 1/2 എന്ന് വരും. അതെന്താണ് ശരിക്ക് 2√u ആണ്. മീൻസ് ഇൻറ്റഗ്രൽ 1/√u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണ് വരിക, 2√u എന്നാണ് വരിക. അപ്പോൾ നമുക്ക് എന്താണ് 2√u എന്ന് ഡയറക്റ്റ് എഴുതി കൊടുക്കുക. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ഇനി എന്താണ് √u എന്ന് നമുക്ക് വന്നിട്ടുണ്ട്. √u എന്തായിരുന്നു നമ്മളെടുത്തത്, x² - 1 എന്നിരുന്നു. അപ്പോൾ x² - 1 റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതുക, പ്ലസ് ഒരു c1 എന്ന് ഇട്ട് കൊടുക്കുക. നമ്മളൊരു ഭാഗം ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി അപ്പുറത്തെ ഒരു സാധനമല്ല, ഒരു പാർട്ടും കൂടി നമുക്ക് ചെയ്ത് മീൻസ് ഇൻ്റഗ്രൽ വാല്യൂ കണ്ടെത്താനുണ്ട്. അപ്പോൾ എന്താ വരുന്നത്, 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് x² - a² എന്നാണ് കിടക്കുന്നത്. നമുക്ക് ആ 1നെ എന്താണ് 1² എന്ന് വിളിക്കാം. അപ്പോൾ x² - a² എന്ന് പറഞ്ഞാൽ എന്തുട്ടാണ് അത്, മീൻസ് ഇവിടെ എഴുതിയൊക്കെ എന്താ ലോഗ് മോഡ് x പ്ലസ് റൂട്ട് ഓഫ് x² - a² അല്ലെങ്കിൽ 1. അപ്പോൾ ഇതാണെന്ത് നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ വരണേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് പ്ലസ് ചെയ്ത് എഴുതണം. അതായത് മീൻസ് ഇതിൻ്റെ കൂടെ നമുക്കൊരു പ്ലസ് c1 ഒരു c2 എന്ന് ഇട്ട് കൊടുക്കുക. മീൻസ് ഇതിപ്പോൾ വേറെ ഇൻറ്റഗ്രലല്ലേ, രണ്ടായിട്ടല്ലേ നമ്മൾ ചെയ്തത്. അപ്പോൾ അത് കാരണം അങ്ങനെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ പ്ലസ് ഓഫ് ലോഗ് മോഡ് x പ്ലസ് റൂട്ട് ഓഫ് x² - 1 പ്ലസ് c2. ഇനി എന്താണ് ആ c1 പ്ലസ് c2 ഇസ് ഇക്വൽ ടു c എന്ന് എഴുതി കൊടുക്കുക. c1 പ്ലസ് c2 ഇസ് ഇക്വൽ ടു c എന്ന് എഴുതി കൊടുത്തിട്ട് ഇതിന് മൊത്തത്തിൽ നമുക്ക് അങ്ങോട്ട് ഒന്ന് മാറ്റി അങ്ങോട്ട് എഴുതാം. അപ്പോൾ എന്താ വരുന്നത്, റൂട്ട് ഓഫ് x² - 1 പ്ലസ് ലോഗ് മോഡ് x പ്ലസ് റൂട്ട് ഓഫ് x² - 1 പ്ലസ് c എന്നായിട്ടുണ്ട്. ഇതാണ് എന്ത് നമ്മുടെ ആൻസർ വരണത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. അപ്പോൾ എത്രയാണ് നമ്മൾ ചെയ്ത്, 7ാമത്തെ ചെയ്ത്. അടുത്ത് ചെയ്യുക. അടുത്ത ആരാണ്, x² ആണ് മേലെ കിടക്കണത്. അടിയിൽ കിടക്കണത് ആരാണ്, റൂട്ടിൻ്റെ ഉള്ളിൽ x² പ്ലസ് മീൻസ് x⁶ പ്ലസ് a⁶ എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെന്താണ്, നമ്മൾ എപ്പോഴും നോക്കുന്നത് പോലെ തന്നെ ഇവിടെ ആർക്കുള്ള x³ ഡെറിവേറ്റീവ് അവിടെ കിടക്കുന്നുള്ളേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സിമ്പിളല്ലേ ചെയ്തു പോവാൻ, ഒന്നുമില്ല, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ 2-3 റിസൾട്ട് പഠിക്കാനുണ്ട്, അതങ്ങോട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്ത് എഴുതണം. അതായത് നമുക്ക് x² ഇൻറ്റഗ്രൽ മീൻസ് അല്ലെങ്കിൽ എന്താണ് x² ആരുടെ ഡെറിവേറ്റീവാണ്, x³ ഡെറിവേറ്റീവാണ്. അപ്പോൾ ഇതിനെ x³ എന്ന് എഴുതുക, to⁻2 എന്ന് എഴുതുക, പ്ലസ് a⁻². ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം, a³ എന്ന് എഴുതാം. രണ്ടിനിപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് അല്ല, അപ്പോൾ അതിനങ്ങനെ എഴുതാലും കുഴപ്പമൊന്നുമില്ല. ഇനി എന്താണ്, ഇനി നമ്മൾ x³ ഈസ് ഈക്വൽ ടു നമ്മൾ u എന്ന് കൊടുത്തു, 3x² dx ഈസ് ഈക്വൽ ടു du എന്ന് കൊടുത്തു, x² dx ഈസ് ഈക്വൽ ടു എന്താണ് du/3 എന്ന് കൊടുത്തു. ഇനി എന്താ, അപ്പോൾ നമ്മൾ ആ ഒരു സാധനമല്ല x² dx എന്താണ് du/3 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തിരിച്ച് കൊടുക്കുക. അപ്പോൾ എന്താണ് വരിക, പുട്ട് ചെയ്ത് കൊടുക്കുക വരിക. ഇവിടെ ആരാണ് u⁻² പ്ലസ് a³ എന്ന് വരും. അപ്പോൾ ഇതെന്തായി u² പ്ലസ് ഒരു a³ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റഗ്രലിൻ്റെ ഉള്ളിൽ ആരാ കിടക്കണം, ഇപ്പോൾ റൂട്ട് ഓഫ് x² പ്ലസ് a² ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതെന്താണ്, അത് ലോഗ് x പ്ലസ് റൂട്ട് ഓഫ് x² പ്ലസ് a² ആണ്.
അത് നമ്മൾ സൈഡിൽ എഴുതി വെക്കണം. വെറുതെ രസത്തിന് എഴുതി വെക്കുക, ചിലപ്പോൾ യൂസ്ഫുൾ ആവും. വേണമെങ്കിൽ വേറൊരു കളർ പെൻ കൊണ്ട് എഴുതി വെക്കുക, അല്ലെങ്കിൽ പെൻസിലുണ്ടെങ്കിലും എഴുതി വെക്കുക. അപ്പം ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യണമെന്നും. അതുപോലെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കി ഇങ്ങനെ എഴുതി വെച്ചോ വേണമെങ്കിൽ എന്താണ് വെറുതെ എഴുതി വെക്കുക, ആരുടെങ്കിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണുണ്ടോയെന്ന്. ഇൻറ്റഗ്രൻറ്റിൽ ആരുടെങ്കിലും ഡെറിവേറ്റീവ് ഉണ്ടോയെന്ന് നോക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പായിട്ട് അത് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ പിന്നീട് പഠിക്കുമ്പോൾ അത് കിട്ടും. മനസ്സിലാവണോ പറയണത്? അങ്ങനെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചാൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? 1/, മാച്ച് കളയാം നമുക്ക്. ഇപ്പോൾ 1/3 ഇൻറ്റു ലോഗ് യു പ്ലസ് റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് a⁻6 എന്ന് തന്നെ എഴുതാം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ലോഗിന് ലോഗിനല്ല യുവിന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ 1/3 ഇൻറ്റു ലോഗ് മോഡ് യു ആരായിരുന്നു? എക്സ് ക്യൂബ് പ്ലസ് എക്സ് ക്യൂബിന് സ്ക്വയർ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ല a⁻6 വന്നു. അപ്പോൾ നിങ്ങൾ നോക്ക് എന്താ വന്നത് നമുക്ക്. നമ്മുടെ സാധനമല്ല ഫംഗ്ഷൻ എന്തുട്ടായിരുന്നു? x⁻6 പ്ലസ് എന്താണ് ഇവനാരാ a⁻6 അല്ലേ? അപ്പോൾ എന്താണ് നമുക്കിത് വന്നിട്ടുള്ളത്? എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് തന്നെ ആ ഫംഗ്ഷനിൽ തന്നിട്ടുള്ള ആൾ തന്നെ ഇവിടെ വരുന്നത്. നിങ്ങളത് നോക്കി പഠിക്കുക, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് എന്തുട്ടാണ്? അവിടെ sec² x കിടക്കുന്നുണ്ട്. പിന്നെ അടിയിൽ റൂട്ട് ഓഫ് tan² x + 4 കിടക്കുന്നുണ്ട്. ഇവിടെ നോക്കിയേ sec² ആരുടെ ഡെറിവേറ്റീവ് വരിക? tan x-ന്റെ ഡെറിവേറ്റീവ് അല്ലേ ആ കിടക്കണ ആള്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ എന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യണത് എന്തുട്ട് തന്നെയാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താ ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ള മെത്തഡ് ഓഫ് ഇൻ്റഗ്രേഷനിൽ വരുന്ന സാധനമാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തുട്ടാണ്? ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം അതേ ആ ഒരു കാര്യമാണ് ഇവിടെയും ചെയ്യണത്. പക്ഷേ ഇവിടെ ഇപ്പം എന്താണ് നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് ഇനിയിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. tan² x + 4 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് tan² x-ൻ്റെ ഡെറിവേറ്റീവ് അല്ല ഉള്ളത്, tan x-ൻ്റെ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്? tan x = നമ്മൾ എന്തെന്ന് കൊടുത്തു? u എന്നാ കൊടുത്തു. അപ്പോൾ du എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ടാനിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട് നമുക്ക്. അതാരാണ്? sec² x dx ആണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? ഇവിടെ du എന്ന് കൊടുക്കാം. നമുക്ക് അതിനെ /u² എന്ന് എഴുതാം. പ്ലസ് ഈ 4 അല്ലേ, 4നെ നമുക്ക് 2² എന്ന് എഴുതാം. ഇപ്പം എന്തായി? അത് റൂട്ട് ഓഫ് x² + a² എന്നായില്ലേ? അപ്പോൾ എന്തെന്നാണ് അതവിടെ എഴുതി വെക്കുക കേട്ടോ. എന്ത്? 1/√x² + a² ആവുമ്പോൾ എന്താ? ലോഗ് x പ്ലസ് റൂട്ട് ഓഫ് ദറ്റ് ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസറിൽ വരുമ്പോൾ ലോഗ് ഓഫ് യു അല്ലേ, യു പ്ലസ് റൂട്ട് ഓഫ് u² പ്ലസ് 4 എന്ന് തന്നെ എഴുതാം. എന്നിട്ട് എന്തിട്ടാണ് ഇനി യുനെന്ന് പറഞ്ഞിട്ട് ലോഗ് യു ആരാ? tan² x + 4 എന്ന് വന്നു. റൂട്ട് ഓഫ് ഇവിടെ പ്ലസ് ഒരു സിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് എന്താ നമ്മുടെ ആൻസർ വരണത്. ഇനിയിപ്പോൾ ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത എന്താണ്? അവിടെ 1/√x² + 2x + 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ പണ്ട് ടെക്സ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് വേറൊരാളുടെ ടെക്സ്റ്റാണ്. അയാൾ ഇതൊക്കെ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത ഒരു കുട്ടിയായിരിക്കും ഇത്. അപ്പോൾ അതുപോലെ നിങ്ങളും എന്താണ് പരമാവധി പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുക. ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഫോർമുല കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ വേണമെങ്കിൽ കാണാണ്ട് എഴുതി പഠിക്കുക. ഒരു 10 പ്രാവശ്യമൊക്കെ വേണമെങ്കിൽ എഴുതി പഠിക്കുക. അപ്പോൾ അതിന് പകരം എന്താ പ്രോബ്ലം കൂടി ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ആ മെത്തേഡും കൂടി നമുക്ക് കിട്ടും. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ നമുക്ക് ഇതിനെന്താണ്? ഇതിനിപ്പോൾ നമുക്ക് എന്താ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതാം ആദ്യം. അതല്ല ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും നല്ല കാര്യം ചെയ്യാൻ പറ്റിയത്. x² + 2x+ ആരുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. 1 മതി. +1 എന്നും കൂടി എഴുതി കൊടുക്കുക.
ഇവൻ ആരായി? ഇവൻ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ആയി പ്ലസ് വൺ. അതിനെ നമുക്ക് ഒരു എക്സ് വൺ സ്ക്വയർ എന്നും കൂടി എഴുതി കൊടുക്കാം. എന്നിട്ട് ഞാൻ എന്താണ് തിരിച്ചത് ആ റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കാൻ പോയിട്ടാ. എന്തെന്നാ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ എന്ന് എഴുതി കൊടുത്തു. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ എന്താണ് നമുക്ക് എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് റിസൾട്ട് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നേരെ എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൾ ടു നമ്മളൊരു ടി എന്നാ കൊടുത്തു. അപ്പോൾ ഡി ടി ഈസ് ഈക്വൾ ടു എന്തെന്നും കിട്ടി? നമുക്ക് ഡി എക്സ് എന്നാ കിട്ടി. അപ്പോൾ നമുക്ക് എന്തെന്ന് വന്നു? ഇവിടെ ഡി ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ എന്ന് എഴുതി കൊടുക്കാം. പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ ആരായി അത്? എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയില്ലേ? അവനാരാണ്? അവൻ്റെ അതങ്ങോട്ട് എഴുതിയൊക്കെ ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മോഡുണ്ട്. ഇനിയിപ്പോൾ എന്താ ഇവിടെ എന്താ ഒരു ലോഗ് മോഡ് ടി പ്ലസ് റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് വൺ എന്ന് വരും. ഇനി എന്താണ് തിരിച്ച് ടിക്ക് നമുക്ക് ആ ഉള്ള സാധനം കൊടുക്കുക. സാധനം എന്ന് പറയുന്നത് മോഡ് എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ പ്ലസ് സി. ഇനി എന്താണ് ഇപ്പോൾ ആ റൂട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളാരാണ്? ലോഗ് ഓഫ് എക്സ് പ്ലസ് വൺ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ടു ആണ്. മനസ്സിലായോ? എന്താ വന്നെന്ന് മനസ്സിലായോ? ആൻസർ ആയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ സാധനം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എന്താ പറയുക അതേ ഫോമാണ് ആൻസർ ആയിട്ട് വരണത്. അതായത് എക്സ് ഞാനിപ്പോൾ എന്താ എഴുതിയത്? എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൺ എ സ്ക്വയർ എന്ന് വരുന്നുണ്ടല്ലോ, അതേ ഫോമിൻ്റെ അതിൻ്റെ ആൻസർ എന്താണ്? ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നല്ലേ? അതേ ഫോമാറ്റിൽ തന്നെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എന്താണ് നമുക്ക് അങ്ങനെ ഒരു ഫോം ഇല്ല. അതായത് എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് പ്ലസ് വൺ സ്ക്വയർ അല്ല റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ എന്നുള്ളൊരു ഫോമിൽ ആൻസർ ഇല്ല. പക്ഷേ അപ്പോൾ അതെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയറിന് എന്തെന്നാണ് അവിടെ എക്സ് പ്ലസ് വണ്ണിന് നമുക്ക് ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിൾ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അങ്ങനെ ആ എക്സ് പ്ലസ് വൺ എന്ന് പറയുമ്പോൾ അവൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മേലെ വേറെ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇൻ്റഗ്രേഷൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കണു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തത് എന്താണ്? 1 ഡിവൈഡ് ബൈ 9x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5. ഇതിനെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ 1 ബൈ 9x സ്ക്വയർ എന്നാണ് വരുന്നത്, 6x പ്ലസ് 5 ആണ് വരുന്നത്. നമ്മൾ പെട്ടില്ലേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പം ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ആ 9 ആദ്യം അവിടെ നിന്ന് എടുത്ത് കളയണം. നമ്മളൊക്കെ ആദ്യം എന്താണ് 9 എടുത്ത് കളയാം. അപ്പോൾ 1 ബൈ 9 ഞാൻ പുറത്ത് എഴുതി. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 6 ബൈ 9 എക്സ് പ്ലസ് 5 ഡിവൈഡ് ബൈ 9 എന്ന് എഴുതി. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്? ഇനിയിപ്പോൾ നിങ്ങൾ ഈ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് അറിയുണ്ടാവും എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ. ഇപ്പോൾ ഇതെന്തായിട്ടാണ് 2 ഇൻറ്റു എന്തെന്നാ 3 ബൈ 9x എന്നാണ് ഇപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഇതെന്താ നമ്മുടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അപ്പോൾ ഇവിടുത്തെ എ ആരാണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ എ ഇവിടെ എടുക്കണ എക്സ് ആണ്. പിന്നെന്താണ് ഒരു 2 അതിൽ നിന്ന് പുറത്തെടുക്കുക. ബാക്കിയുള്ള ആളാണ് നമ്മുടെ എന്ത്? ബി. മനസ്സിലാവുണ്ടോ? പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമ്മളെന്താ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഫുൾ ചാർജ് കഴിഞ്ഞല്ലോ. അപ്പം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇവൻ ഇപ്പോൾ കിട്ടിയില്ല, ബി ആരാന്ന് കിട്ടിയില്ല നമുക്ക്. അപ്പോൾ 1 ബൈ 9 പുറത്തെഴുതി. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് എന്തെന്നാണ് 6 ബൈ 9x പ്ലസ് 2 ബൈ 9 2 അല്ല നമ്മൾ 3 അല്ലേ? 3 ബൈ 9 ആണോ? അല്ലല്ലോ, ആണോ? 3 ബൈ 9 തന്നെയാണ്. നമ്മളൊരു കാര്യം കൂടി ഉണ്ട്, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടാം. കാരണം മറ്റേ എന്താണ് ഇവർ രണ്ടാളും 3ൻ്റെ കോമൺ ഫാക്ടേഴ്സ് അല്ലേ. സോ നമുക്ക് അതിനെ വേണമെങ്കിൽ 2 ബൈ 3 എന്ന് എഴുതാം. 2 ബൈ 3 എന്ന് എഴുതാം. 2 ബൈ 3 എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഇപ്പം നമുക്ക് ഇവിടെ ആ 2നെ എന്ത് ചെയ്യുന്ന പുറത്തെടുത്താൽ 1 ബൈ 3 വരും. അപ്പോൾ ഞാനിവിടെ അതുപോലെ ചെയ്യണം കേട്ടോ. ഇവിടെ 2 ബൈ 3 എന്ന് എഴുതി, ഇവിടെ 1 ബൈ 3യുടെ സ്ക്വയർ എന്ന് എഴുതി.
അപ്പോൾ ഞാനിവിടെ 1/3 സ്ക്വയർ ഞാൻ പുതിയത് കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്താണ് ഇതിന് മൈനസ് ചെയ്യണം. അപ്പോൾ എന്താണ് പ്ലസ് 1/5 അല്ല, അവിടെ എന്താ ഒരു 5/9 കിടക്കുന്നുണ്ട്, മൈനസ് ഇവനാരാ 1/3 അല്ലേ, അപ്പോൾ 1/9. സിമ്പിളല്ലേ, മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പം എന്തായി, ഒന്നും ചെയ്യാല്ലേ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സാധനങ്ങൾ തന്നെ ഇവിടെ ചെയ്യാനുള്ളൂ നമുക്ക്. ആ 1/9 പുറത്തെഴുതുക, എന്നിട്ട് എന്താണ് ഇവനെപ്പോൾ x+1/3 പിന്നെ ഇവൻ ആരാണ്, കോമൺ ഡിനോമിനേറ്റർ അല്ലേ, അപ്പോൾ 4/9 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2/3 എന്ന് എഴുതാം. 2/3 എന്ന് എഴുതി. ഇപ്പം നോക്കിയേ, ഇപ്പോഴും പ്രശ്നം തീർന്നിട്ടില്ല കേട്ടോ. നമുക്കതെന്താ അവിടെ x+1/3 എന്നാണ് കിടക്കുന്നത്. അതിന് നമുക്കെന്താണ് ഒരു k എന്നാ കൊടുക്കുക, x+1/3. അപ്പോൾ dk നമുക്ക് എങ്ങനെ എഴുതാം, dx എന്ന് എഴുതാം. dx എന്ന് എഴുതാം. അപ്പോൾ dxന് പകരം നമ്മളിവിടെ dk എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ k² + 2/3 എന്ന് എഴുതി, 1/9 പുറത്തെഴുതി. അപ്പോൾ ഇൻ്റഗ്രൽ 1/x² + a² ആണെങ്കിൽ എന്താ വരിക, നമ്മളിവിടെ എഴുതി വെക്കണം 1/a tan inverse x/a എന്ന് എഴുതി വെക്കണം. എന്നിട്ട് 1/9 ഇൻറ്റു 1/ നമ്മുടെ a ആരാ, അത് നമ്മുടെ 2/3 ആണ്. പ്ലസ് ഇല്ല, ടാൻ ഇൻവേഴ്സ് ആരാണ്, x ആരാണ്, k ആണ്. kക്ക് ഡിവൈഡഡ് ബൈ ഇനി x/a അല്ലേ വേണ്ടേ, a ആരാണ്, അഗെയിൻ 2/3 ആണ്. അപ്പോൾ 3/2 എന്ന് എഴുതി ഞാൻ. ഇനി അതുപോലെ ഇവിടെ നിന്നാണ് നമുക്കത് 3/2 എന്ന് എഴുതാം. എന്നിട്ട് എന്താണ് ഈ 3നെ ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് വെട്ടിക്കളയുക. അപ്പോൾ എന്തായി വരിക, ആൻസറിൽ 1/6 എന്ന് വന്നു. 1/6 ടാൻ ഇൻവേഴ്സ് 3k/2 എന്ന് വന്നു. ഇനി എന്താണ് ആ 3k/2നെ നമുക്ക് ആവശ്യമുണ്ട്. ഒരു പ്രശ്നമല്ല, ഈ 3k/2നെ നമ്മളിങ്ങോട്ട് എടുത്ത് എഴുതി. ഇതിൽ 3 എന്ന് പറഞ്ഞാൽ 3 അവിടെ എടുക്കുക, k എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, അത് x+1/3 ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ട്, ബാക്കി 2 എന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 3x ആ 3നെ നമുക്കൊന്ന് ഉള്ളിലേക്ക് എടുത്താലോ, 3നെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരിക, 3x + 3x വന്നു. പിന്നെന്താണുള്ളത്, ഇവിടെ 1 എന്നായത് /2. അപ്പം ഇതാണ് എന്ത് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് വേണ്ട സാധനം കേട്ടോ. 3x + 1/2 എന്നാണ് എന്ത് നമുക്ക് ആവശ്യമുള്ളത്. പ്ലസ് c എന്നും കൂടി ഇട്ട് കൊടുക്കുക. വഴി മനസ്സിലായല്ലോ, വഴി മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അടുത്തത് 1/√7 - 6x -x² വേറെയാണ് കേട്ടോ. റൂട്ടിൻ്റെ ഉള്ളിൽ ആരുള്ളൂ 7 - 6x കിടക്കുന്നുണ്ട്, മൈനസ് ഒരു x² പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എക്സിൻ്റെ ഒരു ഡെറിവേറ്റീവ് മേലെ കിടക്കുന്നുണ്ടാവും. x² ഡെറിവേറ്റീവ് ഒന്നും നമുക്ക് മേലെ കിടക്കണില്ല. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്കിപ്പോൾ എന്താണ് നമ്മുടെ ടെക്സ്റ്റിനകത്തേ അവിടെ 7 - 6x -x² ഉണ്ടല്ലോ, അതിന് റൂട്ട് കാണാനില്ല. അതൊരു പഴയ ടെക്സ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് PDF ആണ്, നമ്മുടെ എന്താണ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഇത് ഹയർ സെക്കൻഡറി ടെക്സ്റ്റിൻ്റെ PDF ആണിത്. ഇത് തന്നെ 2018-19 എന്നാണ് ഇയർ ഇതിൽ കാണിക്കുന്നത്. ആ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പഴക്കമുള്ള ടെക്സ്റ്റാണ്. അപ്പോൾ അത് എന്താണ് ആ മൊത്തം റൂട്ടുണ്ട് അവിടെ. ആ ടെക്സ്റ്റിൽ എന്തായാലും അങ്ങനെ ഒരു റൂട്ട് കാണാനില്ല. അവിടെ 7 - 6x മാത്രമേ റൂട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇത് വെച്ച് ചെയ്യാം കേട്ടോ. അതായത് 7 - 6x -x² എന്നുള്ള ഈ ഒരു ഫോം ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് ചെയ്യാം. കണ്ടില്ല, ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ 7 - 6xനെ നമ്മളൊരു a ആയിട്ട് എടുത്തിട്ട് ഒരു a² എന്താണ് ഇതിൻ്റെ ഒരു റൂട്ട് ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്താ ലോഗിലാണ് ആൻസർ വരിക. അവിടെ ലോഗിലല്ല ഇതിൻ്റെ ആൻസർ കിടക്കുന്നത്. അപ്പോൾ നമുക്കെന്താണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. 1/7 -6x -x² ഹോൾ റൂട്ട്. ഇനിയിപ്പോൾ ഇതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നോക്കിയാൽ നമുക്ക് എന്താണ്, നമുക്ക് സിമ്പിളാണ്. ഇതിപ്പോൾ ഇതിനെ ഒരു x² ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി.
ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇതിനകത്ത് നിന്ന് ഒരു മൈനസിനെ പുറത്തെടുക്കണം. അപ്പോൾ എന്താ വരിക, ഇതിപ്പോൾ x² മൈനസ് 6x എന്നുള്ളത് +6x ആവും, +7 എന്നാവും. മൈനസിനെ നമ്മൾ പുറത്തെഴുതി. ഇനിയിപ്പോൾ x² പ്ലസ് ഇതെന്താണ് 2 × 3x ആണ്. അപ്പോൾ നമുക്ക് ആരാണ് ആ 3 ആണ് നമ്മുടെ ബി വരണത്. അപ്പോൾ നമുക്കൊരു 9 ആവശ്യമുണ്ട്. അതായത് x² പ്ലസ് 6x പ്ലസ് 9 ഞാൻ ഇട്ട് കൊടുത്തു, പ്ലസ് 7 മൈനസ് ഒരു 9 ഇട്ട് കൊടുത്തു. മൈനസ് പുറത്തുണ്ട് കേട്ടോ. അപ്പം എന്താ വരിക, x പ്ലസ് 3 ദെൻ ഇവിടെ എന്താ -2 എന്ന് വരും. -2 എന്ന് എഴുതി കൊടുത്തു. അതിന് ഞാൻ √2² എന്ന് എഴുതി കൊടുത്തു. പുറത്തുള്ള മൈനസ് അവിടെ ഇട്ട് കൊടുത്തു. ഈ മൈനസിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. അപ്പോൾ ഇത് പ്ലസ് ആയി. അപ്പോൾ ഇനി ഇതിനെ തിരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ ഈ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളുണ്ടല്ലോ, അയാളെയാണ് നമ്മൾ ഈ എഴുതുന്നത് കേട്ടോ. എന്തെന്ന് √2² മൈനസ് x + 3² ഇങ്ങനെ എഴുതി. ഇനി എന്തിട്ടാണ്, ഇനിയും കഴിഞ്ഞിട്ടില്ല, ചെയ്യണമെങ്കിൽ ഇനിയും പണിയുണ്ട്. ഇതിലിപ്പോൾ എന്താ x + 3 = നമുക്ക് എന്താ ഒരു പി എന്നാ കൊടുക്കുക. അപ്പോൾ ദെൻ dp = dpനെ എന്താ ഡെറിവേറ്റീവ് എന്താ വരിക, പിയുടെ ഡെറിവേറ്റീവ് dp ആയി. ഇവിടെ ഇപ്പോൾ dx എന്ന് കിട്ടി. അപ്പോൾ dxന് തിരിച്ച് നമുക്ക് dp എന്ന് കൊടുക്കുക. ഡിവൈഡഡ് ബൈ റൂട്ടിൻ്റെ ഉള്ളിൽ ആരൊക്കെയാണ്, √2² മൈനസ് പിയുടെ സ്ക്വയർ. അപ്പോൾ ഇതാരാണ്, അത് sin ഇൻവേഴ്സ് x/a ആണ്. ഇതവിടെ എഴുതി വെച്ചോട്ടാ. ഇതെന്തൊട്ടാണ് ഇതിൻ്റെ ആൻസർ വരിക, sin ഇൻവേഴ്സ് p/a എന്ന് വന്നു. a ആരാണ്, a നമ്മുടെ √2 ആണ്. അപ്പോൾ sin ഇൻവേഴ്സ് p എന്താണ്, x + 3 ആണ്, ഡിവൈഡഡ് ബൈ √2 പ്ലസ് ഒരു സിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മളെന്താണ് ഇവിടെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയില്ലേ, അവിടെ എന്തോ കുഴപ്പം കാണിച്ചിട്ടുണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. അവിടെ എന്തെങ്കിലും കുഴപ്പം ചെയ്തിട്ടുണ്ടാവും. സ്ഥലത്തി ഇതിലിപ്പോൾ എന്താണ്, ഇതിപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ വരിക. നമുക്ക് ഈ 7 ഉണ്ടല്ലോ, ഇവന് -7 ആണ് ശരിക്ക്. ഇവനും അതെ, ഇവനപ്പോൾ -7 ആകുമ്പോൾ ഇവനെ മൊത്തത്തിൽ ആരായി, ഇവൻ -16 ആയിട്ടുണ്ട്. -16 ആയിട്ടുണ്ട്. ഇനി ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഇവൻ എന്തായി മാറും, ഇവൻ ഇതാ ഇവിടെ ഇവൻ 16 ആണ്. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ 16 -x + 3 എന്ന് വന്നു കേട്ടോ, ² എന്ന് വന്നു. അപ്പോൾ 16 നമുക്ക് എങ്ങനെ എഴുതാം, 4² എന്ന് എഴുതാം. അപ്പോൾ 4² ആകുമ്പോൾ നമ്മുടെ ആൻസറിൽ ഇനിയിപ്പോൾ എന്താ വരിക, ആ ആൻസറിൽ എന്തെന്ന് വരും, ആ sin ഇൻവേഴ്സ് x/a എന്നുള്ളടത്ത് sin ഇൻവേഴ്സ് ഓഫ് x + 3 ഡിവൈഡഡ് ബൈ a എന്നുള്ളടത്ത് ആരാ 4 എന്ന് വരും. ഇത്ര ഉള്ളൂ ആൻസറിൽ, ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്ത് കൊടുത്ത് തെറ്റ് വന്നിട്ടുള്ളത് മനസ്സിലായി. തെറ്റിക്കാണ്ടൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം എന്താണ് എന്ത് പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇനി അടുത്തത് 1 ഡിവൈഡഡ് ബൈ √(x) x - 1 × x - 2. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. 1 ബൈ √(x - 1 × x - 2). അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ്, ഫസ്റ്റ് തന്നെ ഇതിനെന്താണ് എക്സ്പാൻഡ് ചെയ്യണം. നമുക്ക് ഒരു എന്താണ് രണ്ട് വെവ്വേറെ പോളിനോമിയൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എന്തെന്ന് കിട്ടും നമുക്ക്, x² - 3x + 2 എന്ന് കിട്ടും. ഇവിടെ ഇനിയിപ്പോൾ ഓക്കെ, അപ്പോൾ എന്താ വരിക, 3/2 അല്ലേ വരിക. അപ്പോൾ x² - 3/2 വേണ്ട, 3 തന്നെ എഴുതാം. 3x + 3/2ൻ്റെ സ്ക്വയർ വേണം, -3/2ൻ്റെ സ്ക്വയർ +2. അപ്പോൾ ഇതിപ്പോൾ എന്തായി, ഇത് ഇവരെ ഒരുമിച്ച് നമുക്ക് എഴുതാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ x - 3/2² നമുക്ക് എഴുതാം. ഇനി അവിടെ ആരൊക്കെ എടുക്കുന്ന ആൾ, അത് 9/4 ആണ്, +2. അതായത് 2 - 9/4 എന്ന സാധനം ഒരാളവിടെ കിടക്കുന്നു. അപ്പോൾ ഇവൻ്റെ ആൻസർ എന്താണ്, -1/4 ആണ് വരിക. -1/4 നമുക്ക് എങ്ങനെ എഴുതാം, -1/2² എന്ന് എഴുതാം. -1/2² എന്ന് എഴുതി. ഇനി എന്താ ചെയ്യുക, ഇവനടുത്ത് റൂട്ടിൻ്റെ ഉള്ളിലിടുക.
എന്നിട്ട് എന്താണ് ഇവിടുത്തെ ഈ റൂട്ടിൽ നമുക്ക് അയാളെ എഴുതി കൊടുക്കുക. ഇവിടെ ഒരു ഡി എക്സ് ഇട്ട് കൊടുത്തോ. പിന്നെ എക്സ് മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1/2 ദ സ്ക്വയർ ദാറ്റ് ഈസ് എന്താണ് നമുക്ക് ഇപ്പോൾ എക്സ് മൈനസ് 3/2 എന്ന് പറഞ്ഞിട്ട് ഒരാൾ കിട്ടിയിട്ടുണ്ട്. അയാളെ നമ്മളൊരു യു എന്ന് വിളിച്ചു. ദെൻ ഡി യു ഈസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് എഴുതി. ദാറ്റ് ഈസ് ഡി യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ എന്ന് എഴുതി. ഇപ്പം എന്തായി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നല്ലേ വന്നേ. അപ്പോൾ ലോഗ് മോഡ് എക്സ് പ്ലസ് അതാ ഫംഗ്ഷൻ അത് വരും. അപ്പോൾ അതെന്താ വരിക അതിൽ ഇവിടെ പോരാ നമുക്ക് യു ആണല്ലേ ലോഗ് യു പ്ലസ് യു സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/2 സ്ക്വയർ എന്ന് എഴുതാം. ഇനി യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? അപ്പോൾ ലോഗ് എക്സ് മൈനസ് 3/2 പ്ലസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 3/2 the whole square മൈനസ് 1/2 സ്ക്വയർ ദാറ്റ് ഈസ് ആ റൂട്ടിൻ്റെ ഉള്ളിൽ നമ്മളുടെ ആരാണ് ആ തന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ അയാൾ തിരിച്ചു വരും. അപ്പോൾ എന്താ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 എന്ന് വരും റൂട്ട് ഓഫ്. ദെൻ എക്സ് മൈനസ് 3/2 എന്ന് വരും. ഇതാണ് നമ്മുടെ എന്ത് ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്കിപ്പോൾ അപ്പോൾ ഇത് ഞാൻ എന്താണ് പറയാറുണ്ടല്ലോ ഇങ്ങനെ ഇത് നോക്കിയ ആൻസർ നോക്കിയേക്കാം. അപ്പോൾ കുറുക്കൻ്റെ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? ഇത് പഠിച്ചു വെക്കും, കാണാതെ പഠിച്ചു വെക്കും. ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് എന്താണ് എക്സ് സ്ക്വയർ മൈനസ്, അതായത് ആ ഫംഗ്ഷൻ വന്നിട്ടുണ്ട് പിന്നെ എക്സ് ഒന്നും. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇൻ്റഗ്രേഷനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ ഒരു മാർക്കൊക്കെ കിട്ടുക ഇതുപോലെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട്. അപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക. ചില ആൾക്കാരുണ്ടാവും എന്ത് ആൻസറൊക്കെ അവിടെ എഴുതി വെക്കും ലാസ്റ്റത്തെ. അതെങ്ങനെയാണ് പിന്നെന്താ പറയുക ക്വസ്റ്റ്യനും എഴുതി വെച്ചിട്ടുണ്ടാവും, നടുക്കിലുള്ള സ്റ്റെപ്പൊന്നും എഴുതി വെക്കില്ല. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.